ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ തംബ്നെയിലിൽ കണ്ടതുപോലെ തന്നെ എൻ്റെ വീഡിയോ എന്ന് പറയുന്നത് പ്രീ ഡെലിവറിക്ക് അല്ലെങ്കിൽ പ്രഗ്നൻസി കെയർ വീഡിയോ ആണ്. ഇത് ഒരു പ്രഗ്നൻസി കെയർ മാത്രമല്ല, പ്രഗ്നൻസി കെയർ ആണ് ഇതിനെ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഈവനിങ് ആണ്. അപ്പോൾ ഇതെൻ്റെ ഒരു ഈവനിങ് റൊട്ടീൻ കൂടിയാണ് ഈ വീഡിയോ എന്ന് പറയുന്നത്. അപ്പോൾ ഇതിനെ ഡെയിലി റിപ്പീറ്റ് ചെയ്യുന്ന കാര്യങ്ങളാണ്. ഞാൻ പ്രഗ്നൻ്റ് ആയപ്പോൾ മുതൽ ഞാൻ ഡെയിലി ഈവനിങ് ടൈം ഞാൻ റിപ്പീറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ് ഇതൊക്കെ. സോ പിന്നെ ഞാൻ ഈവനിങ് ഞാൻ എവിടെയെങ്കിലും പുറത്ത് പോകുവാണെങ്കിൽ ഞാൻ ഇതൊന്നും ഞാൻ ചെയ്യാറില്ല. ഒരേ ഒരു കാര്യം ഒഴിച്ച് ബാക്കി എല്ലാം ഞാൻ സ്കിപ്പ് ചെയ്ത് കളയാറാണ് പതിവ്. വേറെ ഞാൻ എവിടെ പോയിട്ട് വന്നാലും എത്ര ടയേർഡായാലും ആ ഒരൊറ്റ കാര്യം മാത്രമേ ഞാൻ സ്കിപ്പ് ചെയ്തില്ല. അപ്പോൾ പിന്നെ എനിക്ക് പറയാനുള്ളതെന്ന് പറഞ്ഞാൽ, ഞാൻ ഇപ്പോൾ പ്രഗ്നൻ്റ് ആയിരിക്കുന്നത് കൊണ്ട് തന്നെ എനിക്ക് ഒരു കഥപ്പ് സംസാരത്തിൽ ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അതൊന്ന് നിങ്ങളെല്ലാവരും അഡ്ജസ്റ്റ് ചെയ്യണം. സോ നമുക്ക് വീഡിയോയിലോട്ട് പോകാം. ഓക്കെ, അപ്പോൾ വൈകിട്ടത്തെ ചായയിലാണ് നമ്മുടെ പരിപാടിയെല്ലാം സ്റ്റാർട്ട് ചെയ്യുന്നത്. വൈകിട്ടത്തെ ചായ എന്ന് പറയുമ്പോൾ എൻ്റെ ഒരു ദിവസം തുടങ്ങുന്ന തന്നെ ആ വൈകിട്ടുള്ള ചായ കുടിച്ചിട്ടുണ്ടാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് സ്ലോ മോർണിംഗ്സ് ആണ് ഇഷ്ടം. എനിക്ക് പതുക്കെ എഴുന്നേറ്റ് പതുക്കെ പല്ലൊക്കെ തേച്ച് ഇങ്ങനെ എല്ലാം ചെയ്തു വരുമ്പോഴേക്കും ഒരു നേരമാകും. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചാലും ലഞ്ച് കഴിച്ചാലും എനിക്ക് ആ ഒരു എനർജി എനിക്ക് കിട്ടില്ല. വൈകിട്ടത്തെ ആ ഒരു ചായ, കട്ടൻ ചായ, വെറും ചായ കുടിച്ച് കഴിയുമ്പോഴേക്കും എനിക്കൊരു എനർജി അങ്ങ് ഫീൽ ചെയ്യും. പിന്നെ എനിക്കെല്ലാം ചെയ്യാനുള്ള ആ ഒരു മൂഡ് എനിക്കുണ്ടാവും. അങ്ങനെ നമ്മൾ ചായയൊക്കെ കുടിച്ച് കഴിയാൻ നേരത്ത് ചായയൊക്കെ കുടിച്ച് കഴിഞ്ഞ് നമ്മൾ ആ വയറ്റിൽ അതൊക്കെ ഒന്ന് സെറ്റായി കഴിയാൻ നേരത്താണ് നമ്മളുടെ പരിപാടികൾ സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പോൾ ചായയാണ് നമ്പർ 1. രണ്ടാമത്തെ പരിപാടി എന്ന് പറയുമ്പോൾ എക്സസൈസാണ്. എക്സസൈസ് എന്ന് പറയുമ്പോൾ വലിയ നീണ്ട നിൽക്കുന്ന എക്സസൈസ് ഒന്നും ഇല്ല. 1/2 മണിക്കൂർ 1 മണിക്കൂർ അങ്ങനെയൊന്നുമില്ല. ജസ്റ്റ് കൂടിപ്പോയ 15 മിനിറ്റ് 20 മിനിറ്റ് അത്ര ഉള്ളൂ. കാരണം എനിക്ക് ഇപ്പോൾ 7 മാസം കഴിഞ്ഞതേ ഉള്ളൂ. 7 മാസം കഴിഞ്ഞ് 8-ാം മാസം തുടക്കമാണ്. അപ്പോൾ ഇതുവരെ എന്ന് പറയുമ്പോൾ ഇതുവരെയുള്ള എക്സസൈസിൽ നമുക്ക് ചെയ്യാവുന്നത് ഏറ്റവും സേഫ് ആയിട്ടുള്ളതെന്ന് പറയുന്നത് വാക്കിംഗ് ആണ്. ഇവിടെ എനിക്ക് അതിനുള്ള സൗകര്യങ്ങളൊന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ അതിതുവരെ ചെയ്തിട്ടില്ല. അപ്പോൾ എൻ്റെ ശരീരമൊന്നും അനങ്ങിയിട്ടില്ല. ഇതുവരെ ഞാൻ അനക്കാൻ നിന്നിട്ടുമില്ല. അപ്പോൾ പിന്നെ തുടക്കം മുതലേ ചെയ്യുന്നതുകൊണ്ട് ഒരു സ്റ്റാർട്ടിങ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നതെന്ന് പറയുമ്പോൾ ഒരു 10 മിനിറ്റ് 15 മിനിറ്റ് 20 മിനിറ്റ് കൂടിപ്പോയ 20 മിനിറ്റൊക്കെ ഞാൻ ചെയ്തോളൂ. അത് ഹിപ്പ് മൂവ്മെൻറ്റ്സ് ഒക്കെ, അതായത് ഈ സ്ക്വാട്ടിങ് അത് ഇത് അങ്ങനത്തെ പലതരം, അതാണ് ഞാൻ ചെയ്യുന്ന എക്സസൈസ് എന്ന് പറയുന്നത്. അങ്ങനെ മൂന്നാമത്തെ പരിപാടിയാണ്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഫസ്റ്റ് തുടക്കത്തിൽ പറഞ്ഞില്ലേ, ഞാൻ എവിടെ പോയിട്ട് വന്നാലും എത്ര ടയേർഡാണെങ്കിലും ഞാൻ സ്കിപ്പ് ചെയ്യാത്തൊരു കാര്യമാണ്. അതാണ് നമ്മുടെ കുളി എന്ന് പറയുന്നത്. ചൂടുവെള്ളത്തിൽ തലവഴി കോരി ഒഴിക്കുന്നതല്ല, ദേഹത്തൊഴിക്കുന്നതാണ്. ഈവനിങ്ങിൽ ചൂടുവെള്ളത്തിൽ, അതായത് നമുക്ക് ശരീരത്തിൽ താങ്ങാൻ പറ്റിയ ഒരു ചൂടുവെള്ളത്തിൽ ദേഹം അങ്ങ് കഴുകുക. ഇതിന് എൻ്റെ ലൈഫിൽ നല്ല ഇമ്പോർട്ടൻസ് ഉണ്ട്. കാരണം ഇതെൻ്റെ ഒരു ലൈഫ് സേവിങ് ഐറ്റമാണ്. ഞാൻ വെറുതെ പറയല്ല, ഉള്ള കാര്യമാണ്. കാരണം എനിക്ക് 80% എഫക്റ്റീവായിട്ട് തോന്നിയൊരു കാര്യമാണ് ഈ പ്രഗ്നൻസിയിൽ. കാരണം പ്രഗ്നൻസിയിലെന്ന് പറയുമ്പോൾ എല്ലാവർക്കും വരുന്ന ഒരു കാര്യമാണ്, ശരീരത്തിൽ നീര് വന്ന് തിങ്ങും. എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ ഇതേപോലെയാണ്. എനിക്ക് നീര് വന്നിട്ട് ശരീരമൊക്കെ ആകെ വീർത്ത് പൊങ്ങിയിരിക്കുമായിരുന്നു. കയ്യിലെ വിരലിലായാലും കാലിലായാലും എല്ലായിടത്തും മുഖത്തൊക്കെ വരെ ഇങ്ങനെ നീരൊക്കെ വരുമായിരുന്നു. അത് കോമൺ ആയിട്ട് വരുന്നൊരു സംഭവമാണ്, നോർമലാണ്. പക്ഷേ നമ്മൾ ഇതേപോലെ ചൂടുവെള്ളത്തിലൊക്കെ കുളിച്ച് നമ്മുടെ ശരീരമൊക്കെ നോക്കുകയാണെങ്കിൽ നമുക്ക് മാക്സിമം അത് ഒരു ലിമിറ്റ് വരെ നമുക്കത് ഇല്ലാതെ നോക്കാം. എനിക്കിപ്പോൾ 7 മാസം കഴിഞ്ഞ് ഈ സമയം വരെ എനിക്കിപ്പം നീരൊന്നും ഇല്ല, എനിക്ക് അങ്ങനെയൊന്നും വന്നിട്ടില്ല. അപ്പോൾ അതെനിക്കൊരു ലൈഫ് സേവിങ് ഐറ്റമാണ്. പിന്നെയുള്ള പ്രശ്നം എന്ന് പറയുന്നത്, എനിക്ക് ഫസ്റ്റ് പ്രഗ്നൻസിയും സെക്കൻഡ് പ്രഗ്നൻസിയും അടുപ്പിച്ചായതുകൊണ്ടിട്ട് തന്നെ എനിക്ക് നടുവേദന നല്ല രീതിക്കുണ്ട്. കാരണം നല്ല നടുവേദനയാണ്. ഒന്ന് ഇരുന്നാൽ കുറച്ച് നേരം എഴുന്നേറ്റ് നിന്നാൽ കുറച്ച് നേരം അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നാൽ എനിക്ക് നല്ല നടുവേദനയാണ്. അപ്പോൾ അതിനും ഈ ചൂടുവെള്ളം എഫക്റ്റീവാണ്, നല്ല ഹെൽപ്ഫുള്ളാണ്. പിന്നെ വേറൊരു കാര്യം കൂടെ ഉണ്ടെന്ന് പറഞ്ഞാൽ, ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ട് എനിക്ക് സ്കിൻ ഇഷ്യൂസ് ഉണ്ട്. കുറച്ച് സ്കിൻ ഇഷ്യൂസ് ഉള്ളതുകൊണ്ടിട്ട് ഞാനിപ്പോൾ ചൂടുവെള്ളത്തിൽ ആര്യവേപ്പുണ്ടല്ലോ, ആര്യവേപ്പിൻ്റെ ഇല ഇട്ട് തിളപ്പിച്ചിട്ട് അതാണ് ഞാൻ
ദേഹത്തൊഴിക്കുന്നത്. അതൊഴിക്കാൻ നേരത്ത് നല്ലതാണെന്നൊക്കെ പറയുന്നു. ശരിയാണ്, നല്ലതാണ്. അത്യാവശ്യം എനിക്ക് എൻ്റെ കാര്യങ്ങൾക്കൊക്കെ ഒരു മാറ്റമുണ്ട്. അപ്പോൾ ചില ദിവസങ്ങളിൽ ഞാൻ ഇത് 2 നേരം രാവിലെയും വൈകിട്ടുമായിട്ട് ഒഴിക്കും. അല്ലാത്തപ്പോൾ ഞാൻ 1 നേരം മാത്രമായിട്ട് ഒഴിക്കും. മിക്ക ദിവസങ്ങളിൽ ഞാൻ 2 നേരമായിട്ടാണ് ഞാൻ ഒഴിക്കുന്നത്. അപ്പോൾ ഇത് ഞാൻ ഈവനിങ് ടൈമിൽ ഞാൻ ഒരിക്കലും ഇത് സ്കിപ്പ് ചെയ്യത്തില്ല. പക്ഷേ മോർണിംഗിൽ ഞാൻ സ്കിപ്പ് ചെയ്താലായി. കാരണം ഞാൻ പറഞ്ഞില്ലേ, സ്ലോ മോർണിംഗ്സാണ്. അത് ഭയങ്കര ക്ഷീണവും അതും ഇതൊക്കെ ആയിട്ട് നിന്ന് പോകുന്നത് കൊണ്ടിട്ട് ഞാൻ മോർണിംഗിൽ ഇതിനെ അങ്ങനെ ചെയ്യുന്നത് കുറവാണ്. അപ്പോൾ അതാണ് എൻ്റെ കുളി എന്ന് പറയുന്നത്. പിന്നെ 4ാമത്തെ കാര്യം എന്ന് പറയുന്നത് സ്കിൻ കെയർ ആണ്. സ്കിൻ കെയർ എന്ന് പറയുമ്പോൾ ഫേസിൽ മാത്രമല്ല, ഫേസ് ടു ടോപ്പ് അങ്ങനെ പറയാം. ഫുൾ ബോഡി ഞാൻ കെയർ ചെയ്യുന്നുണ്ട്. അത് കോസ്മെറ്റിക് പ്രൊഡക്ട്സ് വെച്ചിട്ടല്ല, സാധാരണ നമ്മൾ ഹോം റെമഡീസും അതൊക്കെ തന്നെ. അതും പ്രഗ്നൻസി ടൈമിൽ നമുക്ക് കണ്ടതെല്ലാം വാരി തേക്കാനൊന്നും പറ്റത്തില്ലല്ലോ. അപ്പോൾ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഇങ്ങനെ യൂട്യൂബ് അത് ഇതൊക്കെ പിൻട്രസ്റ്റും എല്ലാം നോക്കി കണ്ടുപിടിച്ച് നമുക്ക് യോജിച്ചതായിട്ടുള്ള കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ച് അത് ഉണ്ടാക്കി വെച്ച് അത് എനിക്ക് 100% റിസൾട്ട് തരുന്നതാണ് എന്നും കൂടി ഞാൻ ഉറപ്പ് വരുത്തിയിട്ടാണ് ഞാനത് യൂസ് ചെയ്യുന്നത്. ചിലവർക്കെന്ന് പറയുമ്പോൾ പ്രഗ്നൻസി ടൈമിൽ കുറേ പിമ്പിൾസ് വരും, നെക്കിൻ്റെ അവിടെയൊക്കെ കുറേ ഡാർക്ക് ഷെയ്ഡ്സ് വരും, ബോഡി ആക്നീസ് വരും. എനിക്ക് എൻ്റെ ഫസ്റ്റ് പ്രഗ്നൻസിയിൽ എനിക്ക് അങ്ങനെയായിരുന്നു. എനിക്ക് നിറയെ പിമ്പിൾസ് ഉണ്ടായിരുന്നു. ഇവിടെ ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു. പിന്നെ നെഞ്ചിൻ്റെ ഭാഗത്ത് കുറേ പിമ്പിൾസ് ഉണ്ടായിരുന്നു, ഡാർക്ക് ഷെയ്ഡ് ഉണ്ടായിരുന്നു, ബോഡി ആക്നീസും ഒരുപാടുണ്ടായിരുന്നു. അപ്പോൾ അത് ഇതൊന്നും ഞാൻ കെയർ ചെയ്തിട്ടില്ല. ഞാൻ അതൊക്കെ തള്ളിക്കളഞ്ഞിട്ടേ ഉള്ളൂ. സ്കിൻ കെയർ എന്ന് പറയുന്നതിന് ഞാനൊരു ഇമ്പോർട്ടൻസ് കൊടുത്തിട്ടേ ഇല്ലായിരുന്നു. അതുകൊണ്ടാണ് എനിക്ക് ആ സമയത്ത് എനിക്ക് അങ്ങനെയൊക്കെ വന്നത്. പക്ഷേ ഈ സമയം നമ്മളത് പഠിച്ചു, നമുക്കൊരു ലൈഫ് ലെസൺ കിട്ടി. അപ്പോൾ അതുകൊണ്ട് ഞാൻ ഈ പ്രാവശ്യം ഞാനത് ശ്രദ്ധിക്കുന്നുണ്ട്. അപ്പോൾ എനിക്ക് പ്രഗ്നൻസി ഗ്ലോ ഒന്നും ഇല്ലെങ്കിലും അത്യാവശ്യം മുഖം ചീത്താവാണ്ട് ഞാൻ നോക്കുന്നുണ്ട്. അതായത് പ്രഗ്നൻസിയിലൂടെ നമുക്ക് മുഖം ചീത്താകാം, അങ്ങനൊരു സംഭവമുണ്ട്. ഇങ്ങനെ ഞാൻ പറഞ്ഞില്ലേ, ആക്നീസൊക്കെ വന്ന് ഒരുമാതിരിയാവും മുഖം. അപ്പോൾ ഞാൻ സ്കിന്ന് പ്രോപ്പറായിട്ട് നോക്കുന്നുണ്ടിട്ട് ഫോർ മീ എവറിത്തിങ് ഈസ് ഫൈൻ. പിന്നെ ഇതിൻ്റെ എല്ലാം ലാസ്റ്റ് എന്ന് പറയുമ്പോൾ ഇതിൻ്റെ എല്ലാത്തിനും ഇടയ്ക്ക് 5ാമത്തെ കാര്യമാണ്. ഇതിലെല്ലാത്തിനും ഇടയ്ക്ക് ഞാൻ ഒരുപാട് വെള്ളം കുടിക്കും. വെള്ളം കുടിക്കുന്നത് പറയുമ്പോൾ എനിക്ക് യൂറിൻ ഇൻഫെക്ഷൻ ഉള്ള ഒരാളാണ്, മിക്കപ്പോഴും വരുന്ന ഒരാളാണ്. അപ്പോൾ പ്രഗ്നൻസിൻ്റെ ഇടയിൽ യൂറിൻ ഇൻഫെക്ഷൻ കൂടി വരിക എന്ന് പറയുന്നത് ഭയങ്കര റിസ്ക് ആയിട്ടുള്ളൊരു കാര്യമാണ്. പിന്നെ നമ്മുടെ ഫ്ലൂയിഡിൻ്റെ ലെവൽ കുറയാനോ കൂടാനോ പാടില്ല. ആ ഒരു നോർമൽ ലെവൽ മെയിൻറ്റെയിൻ ചെയ്ത് പോകണം. അപ്പോൾ അത് കുറഞ്ഞു പോകരുത് എന്നുള്ള ഇതിലാണ് ഞാൻ കൂടുതൽ വെള്ളം കുടിക്കുന്നത്. അത് കണക്കിന് ഞാൻ വാഷ്റൂമും ഞാൻ യൂസ് ചെയ്യും. അപ്പോൾ ഇതൊക്കെയാണ് എൻ്റെ ഒരു പ്രഗ്നൻസി ആൻഡ് ഈവനിങ് കെയർ എന്ന് പറയുന്നത്. ഞാൻ ആദ്യം എൻ്റെ ഒരു ഫ്രണ്ടാണ് എനിക്ക് ഈ ഒരു ടോപ്പിക്ക് എനിക്ക് സജസ്റ്റ് ചെയ്തത്. അത് ഞാൻ ഇൻസ്റ്റാഗ്രാമിൽ സ്റ്റോറി ഇട്ടപ്പോഴത്തേക്ക് എൻ്റെ ഒരു സ്കൂൾമേറ്റ് ആണ് എനിക്കിത് ഈ ടോപ്പിക്ക് എനിക്ക് സജസ്റ്റ് ചെയ്തത്. ആദ്യം എനിക്ക് ഇതിൻ്റെ ഒരു വീഡിയോ എടുക്കാനായിട്ട് താല്പര്യം ഉണ്ടായിരുന്നില്ല. പിന്നെ ഞാൻ ആലോചിച്ചു ഫ്യൂച്ചറിൽ എനിക്ക് ഇതിരുന്ന് കാണാം, കാരണം ഇതിൻ്റെ ലാസ്റ്റ് പ്രഗ്നൻസി ആണല്ലോ. അപ്പോൾ പിന്നെ എനിക്ക് എനിക്ക് ഇങ്ങനത്തെ ഒരു മൂമെൻറ്റ്സ് ഒക്കെ ഉണ്ടാവണമെന്നില്ല. അപ്പം ഫ്യൂച്ചറിൽ ഞാൻ ഇതിൻ്റെ വീഡിയോസൊക്കെ കാണാൻ നേരത്തെ എനിക്ക് തന്നെ ഓർക്കാമല്ലോ, ഞാൻ ഇങ്ങനത്തെ ഘട്ടങ്ങളിലൂടെയൊക്കെ കടന്നു പോയിട്ടുണ്ട്, ഞാൻ അത് ചെയ്തിട്ടുണ്ട് ഇത് ചെയ്തിട്ടുണ്ട് എന്നുള്ള. അപ്പോൾ അതൊക്കെ കൊണ്ട് തന്നെ